ഹലോ, ഈസി സിനി ടോക്സ്. പൊരുൾ എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ കരിക്കിന്റെയാണ്. കുറച്ച് നേരമായി വന്നിട്ട് ഒന്ന് കണ്ടേക്കാന്ന് വെച്ചു. നല്ല അഭിപ്രായം ഉണ്ടെന്ന് കേട്ടു. ഇത് കണ്ട് കളഞ്ഞേക്കാന്ന് വെച്ചു. പൊരുൾ എന്ന് പറഞ്ഞപ്പോഴത്തേനും ആദ്യം ഓർമ്മ തന്നെ അറിയാം, അവിടെ ഒരു അനിയനുണ്ട്. അനിയച്ചക്കൻ്റെ പേര് അരുളെന്നോ. അപ്പൊ അവനെ നമ്മൾ കളിയാക്കി പൊരുൾ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ എന്തായാലും ഒന്ന് പൊരുൾ ടീസർ കണ്ടു കളയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉഹും. ഏതാണ്ട് 12,000 പേരുള്ള ടൗണാണ്. പക്ഷെ അന്വേഷിച്ചാൽ കിട്ടും. മേരി എന്നല്ലേ അവരുടെ പേര്? വട്ടുമേനിന്നാ ഞങ്ങളുടെ ഇടയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എട്ടുപേര്. എന്താ അങ്ങനെ വിളിക്കുന്നത്? അതുപോലെ കാണുമ്പോൾ മനസ്സിലാവും. കേസ് അന്വേഷണമാണോ? പോലീസാണോ അതോ പരാതിക്കാരനാണോ? ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസുകളുടെ ഒരു ഫുൾ ലിസ്റ്റ് കിട്ടുമോ? സർക്കസുകാർ ബോർഡർ കടന്നിരുന്നു. മേരി ഒരു കാറും പിടിച്ച് അവരുടെ പിറകെത്തു. അന്വേഷണമാണോ പടം? പക്ഷെ കേട്ടെടുത്തോളം ഈ ചെറുക്കൻ ഇച്ചിരി വശപശ പാർട്ടിയാ. പിന്നെ സ്റ്റേഷനിൽ വരുന്നവരോട് ഇടിയൊക്കെ നിർത്തി ഉപദേശം തുടങ്ങി. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ദൈവവിളി കിട്ടി. നീ എന്തോ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ലോകത്ത് 3 തരത്തിലുള്ള മനുഷ്യരുണ്ട്. അനൂക്യാനിയൻ, കരയുന്നവർ, ടിംസ് ഏലിയാസ്. കരയാത്തവർ, കരയാൻ അറിയാത്തവർ. അമ്മ പറഞ്ഞാണ്, ഇതിലെ കരയാൻ അറിയാത്തവരെ സൂക്ഷിക്കണം. കരയാൻ അറിയാത്തവർ അവരുടെ ദുഃഖം ചുറ്റുമുള്ളവരോട് ദേഷ്യവും വെറുപ്പുമായി പ്രകടിപ്പിക്കുമെന്ന്. ഗൗതം സൂര്യ ഡയറക്റ്റഡ്, നിഖിൽ പ്രസാദ് പ്രൊഡക്ഷൻ. റിട്ടൺ ഗൗതം സൂര്യ തന്നെയാണ്, എഴുതിയതല്ല. ഉടനെ വരുന്നുണ്ട്. പൊരുൾ. പൊരുൾ എന്ന് പറയുമ്പോൾ അർത്ഥം എന്ന് പറയാം. പൊരുൾ, ഇതിന്റെ പൊരുൾ എന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ പൊരുൾ എന്ന് പറയുമ്പോഴത്തേനും ഒരു വസ്തു, പൊരുൾ എന്നൊക്കെ പറയാം. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആയുധം, പൊരുൾ എന്ന് അങ്ങനെ പറയാൻ തോന്നും. ഒന്നെങ്കിൽ അർത്ഥം എന്നായിരിക്കും അതിന്റെ പൊരുൾ. അതിന്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ മനസ്സിലായിരിക്കും. കുറച്ച് ഒരു പാടായിട്ടുള്ളൊരു ടോപ്പിക്കാന്ന് തോന്നുന്നു. ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അനൂക്യാനിയൻ്റെ ആരെങ്കിലും മിസ്സായിട്ട് പുള്ളി അതിനെ അന്വേഷിച്ച് വരുന്നതാണെന്നോ, അല്ലെങ്കിൽ പുള്ളി തന്നെയാണോ അതിനെ തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടായിട്ട് പുള്ളി തന്നെ അതിനെ അന്വേഷിച്ച് വരുന്നതാണെന്നോ, എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ ആൾക്കാർ ചിന്തിക്കുന്നത്. ആൾക്കാർ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു സംഭവം. ട്രേഡർ കൊള്ളാം. കുറച്ച് വൈഡ് റേഞ്ചിൽ എടുത്തേക്കെന്ന് തോന്നുന്നു. കുറേ നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടുള്ള കുറേ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പുള്ളി അങ്ങനെ തിരഞ്ഞെടുത്തതായിരിക്കും ആ ഒരു കാസ്റ്റ് കാര്യങ്ങളൊക്കെ. വെബ് സീരീസുകൾ വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ. നമുക്ക് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. മറ്റേ പുറത്തൊക്കെ നല്ല ഭയങ്കര വെബ് സീരീസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ സിനിമ ഷോർട്ട് ഫിലിം ഒതുങ്ങി പോകുന്ന സമയത്ത് വെബ് സീരീസുകളുടെ ഒരു പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നല്ല കേരള ക്രൈം ഫയൽസ് ഒക്കെ വന്നപ്പോഴത്തേനും വളരെ വലിയ മാറ്റമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ വരട്ടെ, നോക്കാം. എന്തായാലും നിരാശപ്പെടുത്തുകയല്ല, സാധനം വരട്ടെ. ഓക്കെ, ബൈ.